ദേശീയപാത യാഥാർത്ഥ്യമാകുന്നത് LDF സർക്കാർ കാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ വാർഷികാഘോഷ സമാപന സമ്മേളനത്തിൽ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ചില പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ ദേശീയപാത ആകെ തകരുമെന്ന് കരുതേണ്ടതില്ല എന്ന് പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി വിമർശിച്ചു. കാസർഗോഡ് നിന്ന് ആരംഭിച്ച പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷമാണ് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിച്ചത്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നൽകി പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് വച്ച സംഭാവനകളിലൊന്നാണ് വർഷം തോറും പുറത്തിറക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട്. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച പരിപാടികൾ എത്രത്തോളം നടപ്പാക്കിയെന്ന് വ്യക്തമാക്കുന്ന സുവർണരേഖ. ദേശീയപാത തകർച്ചയിൽ പൊതുമരാമത്ത് വകുപ്പിനെ സംരക്ഷിച്ചും പ്രതിപക്ഷത്തെ വിമർശിച്ചും മുഖ്യമന്ത്രിയുടെ മറുപടി. ഈ കേരളത്തിൽ മുടങ്ങിക്കിടന്ന, ഇവിടെ യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകും എന്ന നില LDF സർക്കാരിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ കാരണം തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഞങ്ങൾക്കില്ല. UDF ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? ഈ 9 വർഷം കൊണ്ട് കൂടുതൽ പുറകോട്ട് നാം പോയിട്ടുണ്ടാകുമായിരുന്നു. 2016 ശേഷം വിദ്യാഭ്യാസ, ആരോഗ്യ, വ്യവസായ മേഖലകൾ മെച്ചപ്പെട്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തമുണ്ടായ മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകിയപ്പോൾ കേരളത്തെ കേന്ദ്രം അവഗണിച്ചെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പൊതുയോഗത്തിൽ മന്ത്രി K. രാജൻ അധ്യക്ഷനായി. മന്ത്രിമാരും തലസ്ഥാന ജില്ലയിലെ MLA മാരും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം.